മാർക്കോസിന് സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതാണ്. ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈ പാരലൈസ്ഡ് ആയി പോയി എന്നാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ ഒരു കൈ മാത്രമായിട്ട് പാരലൈസ്ഡ് ആയി പോകുന്ന ഒരു അനുഭവം വളരെ കുറവാണ്. ഒരു കൈ പാരലൈസ്ഡ് ആയാൽ ആ ഒരു സൈഡിന് ഫുൾ ഒരു വീക്ക്നെസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. ഒരു കൈ മാത്രമായിട്ട് അങ്ങ് പാരലൈസ്ഡ് ആയി പോകത്തില്ല, മറ്റേ ഒരു സൈഡും കൂടെ ആ സൈഡിന് ഒരു വീക്ക്നെസ് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ വന്ന് തളർന്ന് അങ്ങ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പള്ളിയിൽ വന്നു തളർന്നു വന്നിരിക്കുകയാണ്. ഞാൻ ആ വാക്കുപയോഗിക്കാൻ ആഗ്രഹിക്കുക, വരണ്ട കൈയുള്ള മനുഷ്യൻ. അവനോട് യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? യേശു പറഞ്ഞത്, ആൻഡ് ഹീ said unto the man which had the withered hand, stand forth. What a command അല്ലേ? സ്റ്റാൻഡ് ഫോർത്ത്. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ തളർന്ന് ഒരു കൈ കംപ്ലീറ്റ് ആയിട്ടും പോയിരിക്കണം. അപ്പോൾ ആ സൈഡിൽ ഒരു വീക്ക്നെസ്സും കൂടെ ഉണ്ടെങ്കിൽ തളർന്നു വന്നിരിക്കുകയാണ്. പക്ഷെ യേശു അവനെ നോക്കിയിട്ട് പറയുകയാണ്, സ്റ്റാൻഡ് ഫോർത്ത്, എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരുടെയും നടുവിൽ എഴുന്നേറ്റ് നിൽക്കണം. ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവസഭയ്ക്കകത്ത് ഒരുപക്ഷെ ഈ വരൾച്ച അനുഭവിക്കുന്നവരുണ്ടാവാം. പ്രാർത്ഥനയിൽ വരൾച്ച അനുഭവിക്കുന്നവർ, അഭിഷേകത്തിൽ വരൾച്ച അനുഭവിക്കുന്നവർ, ജീവിതത്തിലെ മറ്റേതെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വരൾച്ച അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, അവർ പള്ളിക്കകത്തുണ്ട് കേട്ടോ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ദൃഷ്ടിക്കുള്ളിൽ അവരുണ്ട്, നമ്മുടെ സ്ട്രീറ്റിൽ അവർ വസിക്കുന്നുണ്ട്, ഹല്ലേലൂയ, നമ്മുടെ ദേശത്ത് അവരുണ്ട്, ഒരു ഫോൺ കോൾ അകലെ അവരുണ്ട് എന്ന് മറന്നു പോകരുത്. അങ്ങനെ വരണ്ടിരിക്കുന്ന ചിലതിൻ്റെ വരൾച്ച മാറ്റുവാൻ, ചിലതിനെ പുഷ്ടി പിടിപ്പിക്കുവാൻ, ചലനശേഷി ഇല്ലാത്ത ചിലതിനെ ചലിപ്പിക്കുവാൻ, ഇനി എഴുന്നേൽക്കാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്ന ചിലതിനെ പള്ളിക്കകത്ത് എഴുന്നേൽപ്പിച്ചു നിർത്താൻ ശബത്ത് പ്രയോജനപ്പെടുത്തുമോ? എത്രയോ പേർ ആത്മീയമായി വരൾച്ച അനുഭവിച്ചിട്ട് നമ്മുടെ ഇടയിൽ വരണ്ടിരിക്കുന്നു, തളർന്നിരിക്കുന്നു, താണുപോയി അവർ. അങ്ങനെയുള്ളവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാമോ? ചിലരുടെ വരൾച്ച മാറ്റി പുഷ്ടി കൊടുക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ ഒരു പുഷ്ടി എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കണം. അഭിഷേകത്തിന്റെ ആ പുഷ്ടിയാണ് അധികാരത്തോടെ സ്റ്റാൻഡ് ഫോർത്ത് എന്ന് കൽപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. സോ ലെറ്റ്സ് യൂസ് അവർ ശബത്ത്. നമുക്ക് നമ്മുടെ ബ്ലെസ്സിങ്സ്, ചില വരണ്ടിരിക്കുന്ന ചിലരെ സ്ട്രെങ്തൻ ചെയ്യുവാൻ, എഴുന്നേൽപ്പിച്ചു വീണ്ടും പള്ളിക്കകത്ത് നിർത്താൻ. ഞാനത് പറയുമ്പോൾ ഓർത്തോണം, പിന്മാറ്റിപ്പോയത്, തളർന്നുപോയി ഇരിക്കുന്ന ചിലതിനെ വീണ്ടും എഴുന്നേൽപ്പിച്ച് നമ്മുടെ സഭയ്ക്കകത്ത് നിർത്താൻ. ഹല്ലേലൂയ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്ക് നമ്മുടെ ശബത്തിനെ പ്രയോജനപ്പെടുത്താം. ഞാൻ പറയട്ടെ, അത് അവർ നമ്മുടെ റേഞ്ചിനകത്ത് തന്നെ ഉണ്ടെന്നേ. നമ്മുടെ ആ കാഴ്ചയുടെ അകത്തവരുണ്ട്, നമ്മുടെ ആ വിഷൻ റേഞ്ചിനകത്ത് അവരുണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്കത് ചെയ്യാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. വിശുദ്ധ ലൂക്കോസിന് ശേഷം 13-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ശവൻ ശബത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവളൊരു ടീനേജർ അല്ല. അതായത് അവൾ ജനിച്ചപ്പോഴേ കൂനിയായിട്ടല്ല ജനിച്ചത്. അവൾ ജനിച്ചപ്പോൾ നല്ല
ശരീരത്തിന് യാതൊരു കുഴപ്പമില്ലാതെ ജനിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ കുറച്ച് നാളത്തെ ജീവിതത്തിന് ശേഷം ഏതോ ഒരു സമയത്ത് ഈ രോഗാത്മാവ് അവളെ ബാധിച്ചിട്ട് അവളെ കുനിയിച്ച് കളഞ്ഞു, അവളെ കൂനിയാക്കി കളഞ്ഞു. അപ്പോൾ അങ്ങനെ കൂനിയായിപ്പോയ ഒരു സ്ത്രീ, ഇപ്പോൾ അവളുടെ കുഴപ്പം എന്താണെന്നറിയാമോ? അവൾക്ക് താഴെ മണ്ണിനെ മാത്രമേ കാണാൻ കഴിയൂ, മണ്ണിലുള്ളത് മാത്രമേ കാണാൻ കഴിയൂ. വിണ്ണിലുള്ളതൊന്നും അവൾക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ചിലർ നമ്മുടെ നടുവിലുണ്ട്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരായിരുന്നു, ഒരിക്കൽ വിണ്ണിലേത് കണ്ടുകൊണ്ടിരുന്നവരായിരുന്നു, ഒരിക്കൽ ആത്മീയമായി ശാരീരികമായി എല്ലാ രീതിയിലും ആരോഗ്യമുള്ളവരായിരുന്നു, ഒരിക്കൽ നല്ല ജോലിയുള്ളവരായിരുന്നു, ഒരിക്കൽ പലതും കർത്താവിന് വേണ്ടി ചെയ്തവരായിരുന്നു, ഒരിക്കൽ നല്ല പുഷ്ടിയോടുകൂടി ശക്തിയോടുകൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു, സ്വർഗീയ ദർശനമുള്ളവരായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ഭാരങ്ങൾ വന്നിട്ട് അവർ കൂനിപ്പോയി. അവരുടെ കുടുംബത്തിലെ ഭാരമായിരിക്കാം അവരെ കുനിയിച്ചു കളഞ്ഞു, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം അവരെ കുനിയിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എന്തൊക്കെയോ വിഷയങ്ങൾ അവരെ കുനിയിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ കഴിയുന്നില്ല, ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഹല്ലേലൂയ മണ്ണിനോടുള്ളത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ജീവിതത്തിൽ വിണ്ണിലേക്കുള്ളത് കാണാൻ കഴിയാതെ, സ്വർഗീയമായിട്ടുള്ളത് കാണാൻ കഴിയാതെ, നേരെ നോക്കി ചിലത് കാണാൻ കഴിയാതെ, ജീവിതത്തിന്റെ ഭാരങ്ങളിട്ട് അല്ല പൈശാചിക ബന്ധനങ്ങളിട്ട് കുനിയിച്ചു കളഞ്ഞ ചിലതിനെ നിവർത്താൻ ശബത്ത് പ്രയോജനപ്പെടുത്തുമോ? ശബത്ത് പ്രയോജനപ്പെടുത്തുമോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ദൈവമക്കൾ, കൂനിപ്പോയ ചിലരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ചിലരുടെയൊക്കെ കാര്യം വീട്ടിലിരുന്ന് എത്ര പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. പണ്ട് ആ സിസ്റ്റർ എന്തോ പ്രാർത്ഥനയായിരുന്നു, ഇപ്പൊ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. സ്റ്റോപ്പ് ഡിസ്കസിങ്, ഡു സംതിങ്, സ്റ്റാർട്ട് പ്രേയിങ് ഫോർ ഹെർ, ആസ്ക് ഹർ വാട്ട് ഹാപ്പൻഡ്. ഇവിടെ യേശു ഒരു കാര്യം ചെയ്തു. യേശു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിന്റെ മകളായി ഇവളെ സാത്താൻ 18 വർഷമായി ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. അവളെ അഴിച്ചുവിടേണ്ടതല്ലേ? 16-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? യേശു മറ്റൊരു കാര്യം പറയുകയായിരുന്നു. ഹല്ലേലൂയ, ആസ് ദ പ്രോഫറ്റ് സേസ്, I am here to set the captives free. പ്രവാചകൻ പറഞ്ഞതുപോലെ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവീക പദ്ധതി, എൻ്റെ ജീവിതത്തിന്റെ മേലുള്ള ദൈവീക വിളി, ദൈവീക നിയോഗം, അതിനെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ശബത്തുകൾ പ്രയോജനപ്പെടുത്താമോ? ആ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് വരാൻ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ, കംഫർട്ട് സോണിനെ, അനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ചോദിക്കാനുള്ള കാര്യം ഇതാണ്. അങ്ങനെ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ? ഒത്തിരി പേർ കുറ്റം ചുമത്തി. പക്ഷേ യേശു പറഞ്ഞു, I am sent for this. എന്നെ അയച്ചത് ഇതിനാണ്. ഇതിന്റെ നടുവിൽ ഞാൻ ദൈവമക്കളോട് ഒരു ചോദ്യം ചോദിക്കാം. മേ ബി യു ആർ എ ക്രിസ്ത്യൻ, മേ ബി യു ആർ എ ബോൺ അഗെയിൻ ബാപ്റ്റൈസ്ഡ് ടങ് സ്പീക്കിംഗ് ക്രിസ്ത്യൻ ഫോർ മെനി ഇയേഴ്സ്. അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ 2-ാമത്തെയോ 3-ാമത്തെയോ തലമുറയായിരിക്കാം. ഡു യു നോ യുവർ കോൾ? വ്യക്തിപരമായി നിങ്ങളെക്കുറിച്ചുള്ള വിളി നിങ്ങൾക്കറിയാമോ? ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് യുവർ കോൾ, പ്ലീസ് ഐ എൻകറേജ് യു to find out your call. Sit
at the feet of God. Ask him. ആരും വിചാരിക്കണ്ട സമയം കഴിഞ്ഞു പോയി, എനിക്ക് പ്രായമായി പോയി, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു സ്ത്രീയാണ്. നോ, ആസ്ക് ഹിം. ഗോഡ് വിൽ റിവീൽ ഇറ്റ് ആൻഡ് ബി ഇൻ യുവർ കോൾ. റെസ്പോണ്ട് ടു യുവർ കോൾ. ഡു സംതിങ്. ദിസ് ഇസ് ദ ലാസ്റ്റ് അവർ. ഞാൻ പറയും, ഇത് അന്ത്യ നാഴിക പോലുമല്ല. വി ആർ ഇൻ ദ ലാസ്റ്റ് മൊമെന്റ്സ്. വി ആർ ഇൻ ദ ലാസ്റ്റ് മൈക്രോസെക്കൻഡ്സ്. ലെറ്റ്സ് ഡു സംതിങ്. നമ്മൾ അവസാന നിമിഷങ്ങളില്ല. എന്തേലും ഒന്ന് ചെയ്തേച്ച് പോകാൻ പ്രിയപ്പെട്ടവരെ. എന്തേലും ഒന്ന് ചെയ്യാം. നമ്മുടെ വിളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാം. ഒരുപക്ഷെ എല്ലാവരും പ്രീച്ച് ചെയ്യാൻ, പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്ക് ദൈവത്തിൽ നിന്നൊരാലോചന പ്രാപിച്ച് ഒരാളിനെ വിളിക്കാൻ കഴിയും. ഒരു ഫാമിലി വിസിറ്റ് ചെയ്യാൻ കഴിയും. ഒരു മെസ്സേജ് അയക്കാൻ കഴിയും. അവർക്ക് വേണ്ടി ഉപവസിക്കാൻ കഴിയും. എസ്തറിന്റെ കോൾ രാജസന്തതിയെ ജനിപ്പിക്കാനുള്ള കോളല്ല. എസ്തറിന്റെ കോൾ യഹൂദ ജനത്തെ മുഴുവൻ വിടുവിക്കാനുള്ള കോളാണ്. ആ രാജാവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കൊരു രാജസന്തതി ജനിച്ചതായിട്ട് നമുക്ക് അറിവില്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് റെക്കോർഡഡ്. പക്ഷേ ആ കാലഘട്ടത്തിലെ മുഴുവൻ യഹൂദ ജനത്തെയും പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവൾ ജനിപ്പിച്ചു. അവരെ ജനനത്തിലേക്ക്, മരണത്തിൽ നിന്ന് വിടുവിച്ച് ജനനത്തിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് വാസ് ഹെർ കോൾ. നമുക്ക് നമ്മുടെ വിളി തിരിച്ചറിയാൻ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇഫ് യു നോ യുവർ കോൾ, യു വിൽ ബി ഏബിൾ ടു ഡു സംതിങ് ഫോർ ദ കിങ്ഡം. നമുക്ക് നമ്മുടെ വിളി അറിയാമെന്നെങ്കിലുണ്ടല്ലോ, നമുക്ക് അതിനോട് അങ്ങ് പ്രതികരിക്കാൻ പറ്റും. ആ വിളിക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട്. ഇതിപ്പം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് എന്തോ ചെയ്യണമെന്നറിയാതെ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ളൊരു നിശ്ചയം പ്രാപിക്കണം. ഞാൻ എന്താ ഇത് നിങ്ങളോട് പറയുന്നതെന്ന് അറിയാമോ? എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ഇപ്പോഴും മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ഐ നോ ഫോർ വാട്ട് ഐ എം കോൾഡ് ഫോർ. എനിക്കറിയാം എന്നെ എന്തിനാ ദൈവം വിളിച്ചതെന്ന് എനിക്കറിയാം. കൃപയാൽ എനിക്കറിയാം. ഇല്ലെങ്കിൽ എപ്പോഴും ഇതെല്ലാം മടക്കി വെച്ചേച്ച് എന്താ പറയുന്നത്, ഐ വുഡ് ഹാവ് ലിവ്ഡ് ആസ് എ നോർമൽ ക്രിസ്ത്യൻ. പക്ഷേ വിളി അറിയണം. ആ വിളി അറിയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ചിലരുടെ കൂന് നിവർത്താൻ മണ്ണിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലതിനെ വിണ്ണിലുള്ളത് കാണിക്കാൻ നമുക്ക് നമ്മുടെ ശബത്തിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ലൂക്കോസിന് ശേഷം തന്നെ 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, Behold, there was a certain man before him which had the dropsy. അതായത് മഹോദരമുള്ള ഒരു മനുഷ്യൻ എന്ന ആ മനുഷ്യനെ കുറിച്ച് വായിക്കും. ഞാൻ ഈ ഭാഗം എന്താണെന്നൊന്ന് അറിയാനായിട്ട് ചില ബുക്സൊക്കെ ഒന്ന് റെഫർ ചെയ്തപ്പം പല ദേവദാസന്മാരുടെയും വേദപഠിതാക്കളുടെയും അഭിപ്രായം സിറോസിസ് ഓഫ് ലിവർ എന്ന് പറയുന്ന ഒരു അസുഖം ഉള്ള മനുഷ്യനായിരുന്നിരിക്കണം. സിറോസിസ് ഓഫ് ലിവർ ഉള്ളവർക്കാണല്ലോ ഈ അബ്ഡോമിനിൽ ഇങ്ങനെ ഈ എക്സസീവായിട്ടുള്ള ഫ്ലൂയിഡ് കളക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മഹോദരമുള്ള ഒരു മനുഷ്യൻ. ശരിക്കും പറഞ്ഞ ഈ മനുഷ്യന് ഒട്ടും ആഗ്രഹമില്ല കേട്ടോ, ഇങ്ങനെ ചീർത്തിരിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ആ ഒരു അവൻ്റെ ശരീരത്തിലെ ആ ഒരു എന്തൊക്കെയോ കുറവുകൾ കൊണ്ട്, കുഴപ്പങ്ങൾ കൊണ്ട് അവനങ്ങ് ചീർത്ത് വരികയാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സസീവ് ഫ്ലൂയിഡ് കളക്ഷൻ, അതിനെ ഞാൻ ഈ വാക്കിട്ടാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, ചീർപ്പ്. ചിലരുടെ ജീവിതത്തിൽ ചീർപ്പുകൾ അല്ലെങ്കിൽ അഥവാ നിഗളം, ചില പാപ സ്വഭാവങ്ങൾ, ചിലതൊക്കെ വരരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നാച്ചുറലി ഈ മനുഷ്യന് ആഗ്രഹമുണ്ട് എൻ്റെ വയറിങ്ങനെ ഇരിക്കണമെന്ന്. ഇല്ല, ഇനി അതിനുവേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് ആസ്പിറേറ്റ് ചെയ്ത് കളഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും എഗെയിൻ ഇറ്റ് വിൽ ബി ബാക്ക് ടു ദാറ്റ്.
ഇല്ലേ? നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ വീണ്ടും അങ്ങനെ അങ്ങ് ആയി പോവുകയാണ്. നമ്മുടെ നടുവിൽ ഒത്തിരി പേർ ഇങ്ങനെ ചീർപ്പുള്ളവരുണ്ട്. അതായത് അവർ ആഗ്രഹിക്കുന്നില്ല, അവർ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുമ്പോഴും ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. പാപം ചെയ്യാൻ ആഗ്രഹമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ചില പാപ സ്വഭാവത്തിൽ ചിലതിനോടൊക്കെ അഡിക്റ്റഡ് ആയിട്ട് ജീവിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്? ട്രൂലി ഞാൻ പലരോടും വ്യക്തിപരമായി കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറ്റിയിരുന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പലരോടും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ആക്ച്വലി ദേ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദാറ്റ്. അവർക്ക് അതിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ ഹൗ. അവർക്ക് കഴിയുന്നില്ല. അവർ തീരുമാനം എടുക്കുന്നു, പക്ഷെ അവർക്ക് കഴിയുന്നില്ല പുറത്തു വരാനായിട്ട്. ഇങ്ങനെയുള്ള ചിലരുടെ ആ നേച്ചർ ഓഫ് സിൻ കൊണ്ട് കെട്ടപ്പെട്ട് വരിയപ്പെട്ട് ചീർത്ത് വരുന്ന ചിലരെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ശബത്തുകളെ നാം പ്രയോജനപ്പെടുത്തും. ചിലരുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങനെ ഒരു വിടുതലിനായിട്ട് ആഗ്രഹമുള്ള ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ജീവിതത്തെ എൻ്റെ മുമ്പിൽ നീ കൊണ്ടുത്താ കർത്താവേ. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കൂടെ നടന്ന്, ഹല്ലേലൂയ, സ്തോത്രം. ദിസ് ഈസ് സംതിങ് വെരി ഡിഫിക്കൽട്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം ഞാൻ പലരുടെയും ജീവിതത്തിൽ പലതിനും കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, യു ക്യാൻ ഈവൻ കോൾ മീ ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് ഇഫ് യു ഫീൽ ലൈക്ക് ടു ഡൂ ദാറ്റ്. ഇഫ് യു ഫീൽ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഫോൺ ഞാൻ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറില്ല. ഞാൻ അവരോട് പറയും, ഈവൻ ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് യു ഹാവ് ദ ഫ്രീഡം ടു കോൾ മീ അറ്റ് എനി ടൈം. പലപ്പോഴും പല രാത്രികളിലുമൊക്കെ ഓഡ് ടൈമിങ്സിൽ എഴുന്നേറ്റിരുന്ന പലരും കൗൺസിൽ ചെയ്തിട്ടുണ്ട്, പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് പ്രീച്ചിങ് ഇറ്റ് ടു യു. ഐ എം ടെല്ലിങ് യു, വി ക്യാൻ ഡു ഇറ്റ് ഇഫ് യു ആർ അവൈലബിൾ. ഗോഡ് ഈസ് റെഡി ടു യൂസ് us. നമുക്കത് പ്രയോജനപ്പെടുത്താൻ ദൈവമക്കളെ. ആർക്കെങ്കിലുമൊക്കെ ആ ഒരു ഫ്രീഡം നമ്മളോട് ഫീൽ ചെയ്യുന്നുണ്ടോ? അയ്യോ, എനിക്ക് ലിറ്റി ആൻറ്റിയെ, എനിക്കറിയാവുന്ന ഒരാളുടെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് ലിറ്റി ആൻറ്റിയെ അങ്ങനെ വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും. I can call her and she will help me. Do somebody have that confidence on you and me? നമുക്ക് നമ്മുടെ ശബത്തുകളെ പ്രയോജനപ്പെടുത്താം. മേ ബി ചിലപ്പോൾ ഇച്ചിരി ഉറക്കം നഷ്ടപ്പെട്ടെന്നിരിക്കും. ചിലപ്പം നമുക്ക് അവർക്ക് വേണ്ടി കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ട ഇച്ചിരി സമയം നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ലെറ്റ് us യൂസ് our ശബത്ത്. ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞങ്ങ് വിടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോയാൽ അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുരുട്ട് കണ്ണിനെ തുറക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ആ കുരുട്ട് കണ്ണ് തുറക്കുമ്പോൾ അവിടെ എന്താണ് നമുക്ക് വായിക്കാൻ കഴിയുന്നറിയാമോ? യേശു തുപ്പി, അതുകൊണ്ട് ഒരു ചെയറുണ്ടാക്കിയിട്ട് അവനെ സൗഖ്യമാക്കുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നു, 4-ാമത്തെ വാക്യം, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ആകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരും. ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, ചില റെഫറൻസ് ബൈബിളിലൊക്കെ ഇങ്ങനെ ചില ബുക്സിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവന് ശരിക്കും പറഞ്ഞാൽ ഐബോൾ ഉണ്ടായിരുന്നില്ല. യേശു മണ്ണ് കൊണ്ട് തുപ്പൽ വെച്ച് കുഴച്ച് 2 ഐബോൾ ഉണ്ടാക്കി അവന് വെച്ച് കൊടുത്ത്, ഇറ്റ് വാസ് എ ക്രിയേറ്റീവ് മിറക്കിൾ എന്ന് ഞാൻ ചില സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഐ ഡു എഗ്രി വിത്ത് ദാറ്റ്. അതൊരു ക്രിയേറ്റീവ് മിറക്കിളായിരുന്നിരിക്കണം. കാരണം യേശു ശരിക്കും ആ ആദമിനെ അവയെ സൃഷ്ടിച്ച് അതുപോലെ അങ്ങ് ആവും, ഒരു ക്രിയേച്ചർ ആവുകയാണ്. ആ മണ്ണിനകത്തുനിന്ന് തന്നെ കുഴച്ചെടുത്ത് അവൻ്റെ കണ്ണിൻ്റെ അവിടോട്ട് വെച്ചിട്ട് അവനെ സൗഖ്യമാക്കുകയാണ്. പക്ഷേ യേശു അവിടെ തൻ്റെ തുപ്പൽ യൂസ് ചെയ്തു. തുപ്പൽ ഒരു ബ്ലെസ്സിങ് ആണോ? യെസ്, ഇറ്റ്സ് റിയലി എ ബ്ലെസ്സിങ്. നിങ്ങൾക്കത് എത്ര അറിയാമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ട്രിവാൻഡ്രം കഴിഞ്ഞുള്ള അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലോട്ട് മെസ്സേജ് പറയാൻ പോയാൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ മിനിമം കിട്ടും നമുക്ക് സംസാരിക്കാൻ. മിനിമം 2 മണിക്കൂറാണ്. പിന്നെ ആത്മപ്രേരണ പോലെ പോകാമെന്ന് പറയും നമ്മളോട്. അപ്പോൾ കുറേയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കത്ത് ഈ വെള്ളമൊക്കെ വറ്റി
ഇങ്ങനെ ചിലപ്പോൾ തോന്നും ഈ അണ്ണാക്കും നാക്കും കൂടെ അങ്ങ് ഒട്ടി പോകുന്നെന്ന് തോന്നും നമുക്ക്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ എന്തൊരു അനുഗ്രഹമായി ഈ ഒരു സംഭവം നമ്മുടെ വായിലുള്ളത്. ഇതൊരു മെഡിസിനൽ സംഭവമാണ്. ഞാൻ ഈ അടുത്തിടയ്ക്കും ഈ സലൈവയുടെ മെഡിസിനൽ വാല്യൂ ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോൾ ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ ഷോക്ക്ഡായിപ്പോയി അങ്ങനെ ഒരു കുട്ടി എന്നോട് വന്നത് സംസാരിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ബ്ലെസ്സിങ് പോലും ഒരുവന്റെ കണ്ണു തുറക്കാൻ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. Maybe for me and you, it's of little value, but for him, it is his eyesight. ഞാനും നിങ്ങളും പറയുന്ന അധരത്തിൽ നിന്ന് വീഴുന്ന ഒരു കൊച്ചു വാക്കായിരിക്കും അവനെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഞാനും നിങ്ങളും വായിക്കുന്ന ചില വാക്യങ്ങൾ നമ്മൾ അറിയാതെ ചിലരുടെ അനുഗ്രഹത്തിന് മുഖാന്തരമായി മാറുകയാണ്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ അഗസ്റ്റീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. വിശുദ്ധ അഗസ്റ്റീൻ എങ്ങനെയാണ് വിശുദ്ധ അഗസ്റ്റീനായി മാറിയത്? വിശുദ്ധ അഗസ്റ്റീനായി മാറുവാൻ ദൈവം വാസ്തവത്തിൽ ഒരു കൊച്ചു പെങ്കൊച്ചിനെയാണ് പ്രയോജനപ്പെടുത്തിയത്. സെയിന്റ് അഗസ്റ്റീൻ്റെ ബയോഗ്രഫിക്കകത്തുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇദ്ദേഹം കുടിച്ച് ലെവലില്ലാതെ മദ്യത്തിൻ്റെ ഭയങ്കര ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു കേട്ടോ. എന്നും അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഉപവസിക്കുകയാണ്. ഇവൻ കുടിച്ച് ഒരു ലക്കും ഇതും ഇല്ലാതെ റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ, സൺഡേ ആണ്, ആരാധനയ്ക്ക് മെമ്മറി വേഴ്സ് പറയാനായിട്ട് ഒരു പെങ്കൊച്ച് ഒരു വാക്യം കാണാതെ പഠിക്കുകയാണ്. പഠിച്ച വാക്യം ഏതാണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 Peter chapter 4 verse 3. ഇതാണ്: കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഇത് വായിച്ചു നിർത്തിയച്ച് ഈ കൊച്ചു വീണ്ടും വായിച്ചു. ഇരുട്ടാണ് കേട്ടോ. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചതുകൊണ്ട് കാലം പോക്കിയത് മതി. മദ്യത്തിന്റെ ലഹരിയിലായിരുന്നെങ്കിലും ഈ വാക്യം അഗസ്റ്റീനെ വിശുദ്ധ അഗസ്റ്റീനാക്കി മാറ്റി. ആ പെൺകുട്ടി അറിയാതെ ഒരു വിശുദ്ധ അഗസ്റ്റീനെ ജനിപ്പിച്ചു. ചിലരുടെ കണ്ണുകൾ തുറക്കുവാൻ നമ്മുടെ ശബത്തുകളെ പ്രയോജനപ്പെടുത്താമോ? അവസാനമായി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗത്ത് നമുക്കറിയാം, ബെഥസ്ദാ കുളത്തിൻ്റെ അരികിൽ 38 വർഷമായിട്ട് കിടന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുകയാണ്. ആ സൗഖ്യം നടക്കുമ്പോൾ ഈ മനുഷ്യനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ മനുഷ്യൻ 38 വർഷമായിട്ട് രോഗസൗഖ്യം കാണുന്നുണ്ട് കേട്ടോ. ഏഞ്ചലിക് മിനിസ്ട്രി കാണുന്നുണ്ട്. ഒത്തിരി പേരുടെ ടെസ്റ്റ് മണി കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും എന്നോട് പറയായിരിക്കും, എൻ്റെ സിസ്റ്റർ ടെസ്റ്റ് മണി കേട്ട് മടുത്തു, ഇന്ന് വരെ ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ ഞാനിപ്പോഴും ഇവിടെ തന്നെ കിടക്കുക. ഞാൻ 38 വർഷമായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുക, കേട്ടോണ്ടിരിക്കുക. പക്ഷേ എനിക്കൊരു വിടുതൽ ഇല്ല. യേശുവിനോട് അവൻ പറഞ്ഞത്, ഞാൻ ചെല്ലുമ്പോഴത്തേക്കിനും ആരെങ്കിലും എനിക്ക് മുമ്പായി അങ്ങ് ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞത്. കഷ്ടം. പക്ഷേ ഹി ഡിഡ്ന്റ് ഗിവ് അപ്പ്. അവൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. ഞാൻ ഓർക്കാം, 38 വർഷം പോയിട്ട് 38 ദിവസം നമ്മൾ കിടക്കൂ. നിങ്ങൾ 38 ദിവസം കിടന്ന് ഞാൻ 38 മണിക്കൂർ കിടക്കത്തില്ലല്ലോ. നമ്മൾ അതിന് മുമ്പേ സ്ഥലം വിടും. പക്ഷേ അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാതിരുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു എന്ന് പറയുക. സത്യം പറഞ്ഞാൽ അവൻ എന്തോ വേണ്ടിയത്? അവന് വെള്ളത്തിൽ ഇറങ്ങണം കേട്ടോ. അവന് വെള്ളത്തിൻ്റെ
ആ കലങ്ങുന്ന വെള്ളത്തിനകത്ത് ഇറങ്ങണം, അതാണ് അവന് വേണ്ടിയത്. പക്ഷെ അങ്ങനെ കാത്തുനിന്ന ഒരു മനുഷ്യന്റെ അടുത്ത് യേശു വന്ന് പരോക്ഷമായി പറയുകയാണ്, ഹല്ലേലൂയ, വാക്കുകളും ഭാഷണവും ഇല്ലാതെ പറയുകയാണ്, നിനക്കൊരു വെള്ളത്തിനകത്ത് ഇറങ്ങിയുള്ള സൗഖ്യമാണോ വേണ്ടിയത്? ഇതാ ജീവന്റെ ഉറവയായവൻ നിന്നെ തേടി വരുന്നു. നിന്നെ ഇറക്കാൻ ആരുമില്ലെങ്കിൽ ഉറവ നിന്റെ അടുക്കിലേക്ക് വരാം. അതുമാത്രമല്ല, അവിടെ നിന്നിറങ്ങിപ്പോയ സകല മനുഷ്യരും എന്ത് ടെസ്റ്റ് മണി പറഞ്ഞു? അവൻ 38 വർഷമായി കേട്ട ടെസ്റ്റ് മണി എന്താണെന്നറിയാമോ? കുളം കലങ്ങി, ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി. കുളം കലങ്ങി, ഞങ്ങൾ ഇറങ്ങി, ഭാഗ്യവശാൽ അത് ഞാൻ ആയിരുന്നു അന്നത്തെ ദിവസം ആദ്യം, അതുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടി. ഈ ഒരു കാര്യം, ഈ ഒരു ടെസ്റ്റ് മണി പറഞ്ഞല്ലേ മുഴുവൻ എണ്ണവും ബെഥസ്ദയുടെ കരയിൽ നിന്ന് മടങ്ങിയത്. പക്ഷേ ഈ മനുഷ്യൻ പുറത്തിറങ്ങുമ്പോൾ അവൻ പറയുന്ന ടെസ്റ്റ് മണി എന്താണ്? കുളം കലങ്ങിയില്ല, ഞാൻ ഇറങ്ങിയില്ല, പക്ഷേ ഞാൻ സൗഖ്യമായിരിക്കുന്നു. Hallelujah. Can you and me utilize the Sabbath to bring out a unique testimony? It is a unique testimony. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഒരെണ്ണമേ ഉള്ളെങ്കിലും അതൊരു യുണീക്കായിട്ടുള്ള കാര്യം ചെയ്തേച്ച് ഇവിടുന്ന് മടങ്ങാൻ എൻ്റെ ശബത്തിനെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് എത്ര പേർ പറയും?